നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കിടപ്പുരോഗിയായ കാർത്തിയേനിയെ വീടിനകത്ത് കയറി കടിച്ചുകൊല്ലുകയും ഇവരുടെ മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ ദേവദാസിനെ ഗുരുതരമായി കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത തെരുവുനായെ പിടികൂടി. കാർത്തിയേനിയുടെ സംസ്കാരം അല്പസമയത്തിനകം. വെള്ളർക്കാട് തെരുവുനായ ആക്രമിച്ച് കിടപ്പുരോഗി കൊല്ലപ്പെട്ട സംഭവം. കാർത്തിയേനിയുടെ സംസ്കാരത്തിനും പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും ആവശ്യമായ സഹായം സർക്കാരും പഞ്ചായത്തും നൽകുമെന്നും തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും AC മൊയ്തീൻ MLA. വീടിനുള്ളിൽ MDMA വെച്ച് കള്ളക്കേസുണ്ടാക്കാൻ ശ്രമിച്ചയാളും സഹായിയും അറസ്റ്റിൽ. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കാൻ മുല്ലശ്ശേരി സ്വദേശിനിയുടെ വീട്ടിൽ 1.1 ഗ്രാം MDMA കേസിലെ പ്രതികളായ ചാവക്കാട് തൈക്കാട് സ്വദേശിയായ കുളങ്ങര വീട്ടിൽ ഹമീദ്, വിയൂർ കോരഴി സ്വദേശിയായ അറക്കൽ വീട്ടിൽ രഞ്ജിത്ത് എന്നിവരെയാണ് പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ വയോധികയെ തെരുവുനായ കടിച്ചുകൊന്നു. കിടപ്പുരോഗിയായ കിഴക്കേപുരയ്ക്കൽ 84 വയസ്സുള്ള കാർത്തിയേനിയെയാണ് വീടിനകത്ത് കയറി നായ ക്രൂരമായി കടിച്ചുകൊന്നത്. ഇവരുടെ മാനസിക അസ്വാസ്ഥ്യമുള്ള മകൻ 60 വയസ്സുള്ള ദേവദാസിനെയും നായ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. കട്ടിലിൽ കിടക്കുകയായിരുന്ന കാർത്തിയേനിയെ വീടിനകത്ത് കയറി നായ അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. 2 വർഷം മുമ്പ് വീണ് എല്ലുപൊട്ടിയതിനെ തുടർന്ന് കാർത്തിയേനി കിടപ്പിലായിരുന്നു. ദേവദാസ് മാനസിക അസ്വാസ്ഥ്യത്തിന് മരുന്ന് കഴിച്ച് കിടപ്പിലായിരുന്നു. നായ വേറെ ആളുകളെയും വളർത്തു നായ്ക്കളെയും കടിച്ചിട്ടുണ്ട്. അധികൃതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കിടപ്പുരോഗിയായ കാർത്തിയേനിയെ വീടിനകത്ത് കയറി കടിച്ചു കൊല്ലുകയും ഇവരുടെ മാനസിക അസ്വാസ്ഥ്യമുള്ള മകൻ ദേവദാസിനെ ഗുരുതരമായി കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത തെരുവുനായെ പിടികൂടി. അനിമൽ റെസ്ക്യൂ ടീം അംഗം ബൈജു കടങ്ങോടിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിൽ ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് നായയെ പിടികൂടിയത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് കാർത്തിയേനിയെയും മകനെയും വീടിനകത്ത് കയറി നായ ആക്രമിച്ചത്. മുഖവും കഴുത്തും ഉൾപ്പെടെ ശരീരമാസകലം കടിയേറ്റ കാർത്തിയേനി തൽക്ഷണം മരിച്ചു. ദേവദാസിന് കാലിനാണ് കടിയേറ്റത്. കാൽപാദം കടിച്ചു കീറുകയും കാൽവിരലുകൾ കടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഒരു തൊഴിലാളിയെയും നിരവധി വളർത്തു നായ്ക്കളെയും തെരുവുനായ്ക്കളെയും കടിച്ചിരുന്നു. ഒരു തവണ നായയെ വലയെറിഞ്ഞു പിടിച്ചെങ്കിലും രക്ഷപ്പെട്ടു. തുടർന്ന് പുലർച്ചെ 1 മണിയോടെ വെള്ളറക്കാട് പള്ളിക്ക് സമീപം വെച്ച് പോലീസ് നായയെ കണ്ടെത്തുകയും ബൈജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും പോലീസും ജനപ്രതിനിധികളും ചേർന്ന് പിടികൂടുകയുമായിരുന്നു. നായയെ വലയെറിഞ്ഞ് പിടികൂടുന്നതിനിടയിൽ വീണ് സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണുവിന്റെ കൈയിന് ചെറിയ രീതിയിൽ പരിക്കുപറ്റി. നായയെ കടങ്ങോട് പഞ്ചായത്തിന്റെ ആംബുലൻസിൽ മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ പ്രകാശൻ പേങ്ങാട്ടുപാറ, വിഷയകുമാർ, സുഗിജ സുമേഷ്, ബ്ലോക്ക് മെമ്പർ KR സിമി, മുൻ മെമ്പർ അഭിലാഷ് കടങ്ങോട് തുടങ്ങിയവർ നേതൃത്വം നൽകിയിരുന്നു. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ 84-കാരിയെ കടിച്ചുകൊന്ന തെരുവുനായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് പേ വിഷബാധ കണ്ടെത്തിയത്. മേഖലയിൽ പേ വിഷബാധ വാക്സിനേഷൻ നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് അതിദാരുണമായ സംഭവം നടന്നത്. 2 വർഷം മുമ്പ് വീണ് എല്ലുപൊട്ടിയതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു 84 വയസ്സുള്ള കാർത്തിയേനി. മാനസിക അസ്വാസ്ഥ്യമുള്ള 60 വയസ്സുള്ള 2 മക്കളും ഇവർക്കുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 5:30 കാർത്തിയേനിയുടെ 4ാമത്തെ മകൻ മണി വീട്ടിൽ വന്ന് ലൈറ്റിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നതിന് പോയതാണ്. ഉച്ചയ്ക്കും മണി ഭക്ഷണം നൽകിയിരുന്നു. ചിക്കനും കൂട്ടി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിരുന്ന സമയത്ത് ഫോട്ടോയുമെടുത്ത് കാർത്തിയേനിയുടെ പേരമക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു. വൈകിട്ട് മണി വീട്ടിൽ പോയി അരമണിക്കൂറിനുള്ളിൽ ഭക്ഷണമെടുത്ത് തിരിച്ചു വന്നപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയും സഹോദരനെയുമാണ് കണ്ടത്. നാട്ടുകാരും വീട്ടുകാരും ഓടിക്കൂടിയ നേരത്ത് മുഖത്തും ശരീരത്തിലും രക്തം പുരണ്ട നായ ഓടി രക്ഷപ്പെട്ടു. അതിക്രൂരമായാണ് വയോധികയെ നായ കടിച്ചിരിക്കുന്നത്. മുഖത്തും കഴുത്തിലും ആഴത്തിൽ കടിയേറ്റിട്ടുണ്ട്. മകൻ ദേവദാസിന് കാലിൽ ഗുരുതര പരിക്കുണ്ട്. വീട്ടിൽ വെച്ചു തന്നെ കാർത്തിയേനി മരിച്ചിരുന്നു. ആക്രമണകാരിയായ നായ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി പ്രദേശത്ത് ചുറ്റി നടക്കുന്നുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വലിയ ശരീരഘടനയുള്ള നായയാണ്.
കാർത്തിയേനിയെ ആക്രമിച്ച ശേഷം നായ സമീപമുള്ള വീട്ടിലെ വളർത്തുനായയെയും വീടിന് മുന്നിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്ന യുവാക്കളെയും ആക്രമിച്ചിട്ടുണ്ട്. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന സംശയമുണ്ട്. നാട്ടുകാരും കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദിന്റെയും നേതൃത്വത്തിൽ ജനപ്രതിനിധികളും എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും ചേർന്ന് പ്രദേശത്ത് നായയ്ക്കായുള്ള തിരച്ചിൽ നടത്തി. നായപ്പിടുത്തക്കാരൻ ബൈജു കടങ്ങോട് 3 തവണ നായയെ പിടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. പിന്നീട് രാത്രി 10 മണി കഴിഞ്ഞ് നായയെ പിടിക്കാൻ യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ വടിയും ആയുധങ്ങളുമായി എത്തിയാണ് പിടികൂടിയത്. പ്രദേശത്ത് രൂക്ഷമായ തെരുവുനായയുടെ ശല്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രിയും പകലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നതിനും പുറത്തിറങ്ങുന്നതിനും മുതിർന്നവരോടൊപ്പം മാത്രമേ കഴിയുന്നുള്ളൂ. പ്രദേശത്ത് തുകൽ തൊഴിൽ നടത്തുന്നതിനാൽ മാംസം ഭക്ഷിക്കുന്നതിനെത്തുന്നതാണ് തെരുവുനായ്ക്കൾ അധികവുമെന്നും പരാതിയുണ്ട്. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായ വീടിനകത്ത് കയറി വയോധികയായ കാർത്തിയേനിയെ കടിച്ചുകൊല്ലുകയും ഇവരുടെ മകൻ മാനസികാസ്വാസ്ഥ്യമുള്ള ദേവദാസിനെ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവം മരിച്ച വ്യക്തിയുടെ സംസ്കാരത്തിനും പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും ആവശ്യമായ സഹായം സർക്കാരും പഞ്ചായത്തും നൽകുമെന്നും തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും AC മൊയ്തീൻ MLA പറഞ്ഞു. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്തും തദ്ദേശീയ മൃഗസംരക്ഷണ വകുപ്പുകളുമായി ആലോചിച്ച് നായ്ക്കളെ നിയന്ത്രിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷെൽട്ടർ നിർമ്മിക്കുവാനും പദ്ധതിയുണ്ടെന്നും ഈ വിഷയം മുഖ്യമന്ത്രിയുടെയും തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും കളക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. സ്വാഭാവികമായിട്ട് അത്തരം ഒരു പ്രശ്നം ഉണ്ടെന്ന് ഉന്നയിക്കാം. പക്ഷെ അവർ വളരെ കരുതലോടുകൂടിയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് ഏതായാലും ഇത്തരം ഒരു പ്രശ്നം ഉയർന്നു വന്ന സ്ഥിതിക്ക് സുരക്ഷിതമായി അവരുടെ തൊഴിലെടുക്കാൻ കൂടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി അത്തരം മാംസാവശിഷ്ടങ്ങളുണ്ടെങ്കിൽ സംസ്കരിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് കൂടി ചേർന്ന് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആലോചിക്കേണ്ടതാണ്. അത് ആലോചിക്കാം. നമുക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്താനാവില്ല. അവർക്ക് ആവശ്യമായ സംസ്കരിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. അതെ, അത് ആലോചിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും സർക്കാരിൻ്റെ ശ്രദ്ധയിലും പഞ്ചായത്ത് മന്ത്രിയുടെ ശ്രദ്ധയിലും ഞാൻ ഇപ്പോൾ കളക്ടറോട് രാവിലെ സംസാരിച്ചിരുന്നു. അടിയന്തരമായി മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ഒരു പരിശോധന ഈ പ്രദേശത്താകെ നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സംവിധാനം ഉടനെ ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമായ തയ്യാറെടുപ്പിന് ഇവിടെ പഞ്ചായത്തും നാട്ടുകാരും എല്ലാം കൂടി സഹായിക്കുന്നത്. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങളും നൽകും. തെരുവുനായ്ക്കളെ വന്ധീകരിക്കുവാനും മാറ്റിപ്പാർപ്പിക്കുവാൻ ഷെൽട്ടർ നിർമ്മിക്കുവാനും പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി രൂപീകരിച്ചിട്ടുണ്ടെന്നും ഇതിന് 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് പറഞ്ഞു. പരിക്ക് പറ്റിയവരുടെ തുടർ ചികിത്സയ്ക്കും മരിച്ച വ്യക്തിയുടെ സംസ്കാരത്തിനാവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 2026-27 വാർഷിക പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുകയുണ്ടായി. ആ വാർഷിക പദ്ധതിയിൽ 20 ലക്ഷം രൂപ തെരുവുനായകളെ പിടിച്ച് വന്ധീകരണം നടത്തി ഷെൽട്ടർ നടക്കുന്നതിന് വേണ്ടിക്കൊണ്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതിന് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെരുവുനായകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള സമഗ്രമായ പദ്ധതി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം കൂടി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 1 ശേഷം ആ പദ്ധതി കുറ്റമറ്റ രൂപത്തിൽ നടപ്പാക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. വീട്ടുകാരുടെ തുടർ ചികിത്സയ്ക്കും അതുപോലെ തന്നെ മരണപ്പെട്ട വ്യക്തിയുടെ മരണാനന്തര കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ചെലവ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് നിർവഹിക്കുന്നതാണ്. മറ്റു വാർത്തകളിലേക്ക്. വീടിനുള്ളിൽ MDMA വെച്ച് കള്ളക്കേസുണ്ടാക്കാൻ ശ്രമിച്ചയാളും സഹായിയും അറസ്റ്റിൽ. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കാൻ മുല്ലശ്ശേരി സ്വദേശിനിയുടെ വീട്ടിൽ 1.1 ഗ്രാം MDMA കേസിലെ പ്രതികളായ ചാവക്കാട് തൈക്കാട് സ്വദേശിയായ കുളങ്ങര വീട്ടിൽ ഹമീദ്, വിയൂർ കോലഴി സ്വദേശിയായ അറക്കൽ വീട്ടിൽ രഞ്ജിത്ത് എന്നിവരെയാണ് പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2026 ജനുവരി 5-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. ഡാൻസ് ഓഫ് അന്വേഷണ സംഘം സബ് ഇൻസ്പെക്ടർ KV വിജിത്തിന് മുല്ലശ്ശേരിയിലെ ഒരു സ്ത്രീയുടെ വീട്ടിൽ MDMA വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും സ്ത്രീയുടെ മകന് ഇതുമായി ബന്ധമുണ്ടെന്നുമുള്ള വിവരം ലഭിക്കുകയായിരുന്നു. സംഭവസ്ഥലത്തെത്തിയ അന്വേഷണ സംഘം പരിശോധനയിൽ രഹസ്യവിവരത്തിൽ പറഞ്ഞ വീടിനുള്ളിൽ നിന്നും 1.1 ഗ്രാം MDMA കണ്ടെത്തുകയും ചെയ്തു. ലഹരിയുടെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ വീട്ടിലുള്ളവരും മറ്റും ലഹരിയുമായി യാതൊരു ബന്ധമില്ലെന്ന് വ്യക്തമായി. മൊഴികളുടെയും സൈബർ സെല്ലിന്റെയും സാങ്കേതിക സഹായത്തോടെയുള്ള അതിവിദഗ്ധമായ അന്വേഷണത്തിലാണ് പ്രതികളായ ഹമീദിനെയും രഞ്ജിത്തിനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയായ ഹമീദിനെ ബലപ്രയോഗത്തിലൂടെ സാഹസികമായാണ് പിടികൂടിയത്. MDMA കണ്ടെത്തിയ മുല്ലശ്ശേരിയിലെ വീട്ടിലെ സ്ത്രീയുടെ മകനും പ്രതിയായ ഹമീദും തമ്മിലുണ്ടായ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കി കൊടുക്കാനായി ഹമീദ് MDMA രഞ്ജിത്ത് മുഖേന മുല്ലശ്ശേരിയിലുള്ള സ്ത്രീയുടെ വീട്ടിൽ വയ്ക്കാൻ നൽകുകയായിരുന്നു.
സഹായത്തിനായി രഞ്ജിത്തിന് വലിയൊരു തുക ഹമീദ് വാഗ്ദാനം നൽകി. വിൽപ്പനയ്ക്കായി വീട് നോക്കാനെന്ന വ്യാജേന രഞ്ജിത്തും സ്ത്രീകളടങ്ങുന്ന സംഘവും വീട്ടിലെത്തി വീടിനുള്ളിൽ MDMA വെക്കുകയും ചെയ്തു. പിന്നീട് പോലീസിനെ വിളിച്ചറിയിച്ചു. പ്രതിയായ ഹമീദിന് വെസ്റ്റ്, ഗുരുവായൂർ, ചാവക്കാട്, പാവർട്ടി, പേരാമംഗലം എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 9ഓളം കേസുകൾ നിലവിലുള്ളതായും പ്രതിയായ രഞ്ജിത്തിന് വിയ്യൂർ, വെസ്റ്റ്, ഗുരുവായൂർ ടെമ്പിൾ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 8ഓളം കേസുകളിൽ ഉൾപ്പെട്ടതും കാപ്പ ചുമത്തിയ പ്രതിയുമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. എരുമപ്പെട്ടി ആറ്റത്തറയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറമൽ അന്തോണി മകൻ 45 വയസ്സുള്ള റോബിനാണ് മരിച്ചത്. രാവിലെ മുറിക്ക് പുറത്തിറങ്ങാത്തതിനെ തുടർന്ന് വീട്ടുകാർ വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. കട്ടിലിന് താഴെ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു. ശരീരത്തിൽ ഛർദ്ദിച്ചതുപോലെ രക്തം പുരണ്ടിട്ടുണ്ട്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. LC മാതാവും റോണി, റോയ് എന്നിവർ സഹോദരങ്ങളുമാണ്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക ഗ്ലോക്കോമ വാരാചരണത്തിനോടനുബന്ധിച്ച് നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഹാളിൽ നടത്തിയ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീജ മൊയ്തുണ്ണി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ബിനോജ്, വാർഡ് മെമ്പർമാരായ അബ്ദുൾ റഷീദ്, RM ബക്കർ, ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ, ഒപ്റ്റോമെട്രിസ്റ്റ് നീതു P പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേനയ്ക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും വേണ്ടി നടത്തിയ ക്യാമ്പിൽ 52ഓളം പേർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളും മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ വിവിധ പദ്ധതികൾക്ക് അംഗീകാരമായി. നഗരസഭാ അധ്യക്ഷ സൗമ്യ അനിലിന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ 16 പ്രധാന അജണ്ടകളാണ് പരിഗണനയ്ക്ക് വന്നത്. വരാനിരിക്കുന്ന മഴക്കാലത്തിന് മുന്നോടിയായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനുമാണ് യോഗം പ്രധാനമായും മുൻഗണന നൽകിയത്. നഗരസഭാ പരിധിയിലെ കാനകളും തോടുകളും അടിയന്തരമായി ശുചീകരിക്കുന്നതിനായി JCB, ഹിറ്റാച്ചി, ടിപ്പർ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾക്ക് കൌൺസിൽ അനുമതി നൽകി. കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ അബ്ദുൾ സലാം സമർപ്പിച്ച ടെൻഡറിനാണ് അംഗീകാരം നൽകിയത്. ശുചീകരണ തൊഴിലാളികൾക്ക് ആവശ്യമായ യൂണിഫോം, സുരക്ഷാ കവചങ്ങൾ, മറ്റ് ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനുമായി കേരള സിഡ്കോ, കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്നീ അക്രഡിറ്റഡ് ഏജൻസികളുമായി ചേർന്ന് പദ്ധതികൾ നടപ്പിലാക്കാനും തീരുമാനിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട 10 പ്രവൃത്തികളുടെയും 2 അമൃത് പദ്ധതികളുടെയും പുതുക്കിയ എസ്റ്റിമേറ്റുകൾ കൌൺസിൽ ചർച്ച ചെയ്തു. ഉദയഗിരി കോളനിയിലെ അങ്കണവാടി കിണർ നിർമ്മാണത്തിനിടെ ഹാർഡ് റോക്ക് കണ്ടെത്തിയതിനെ തുടർന്നുണ്ടായ സാങ്കേതിക തടസ്സം പരിഹരിക്കാൻ എസ്റ്റിമേറ്റ് പുതുക്കാൻ അനുമതി നൽകി. 29-ാം വാർഡിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പുതിയ ടാങ്ക് സ്ഥാപിക്കുന്നതിനും 30-ാം വാർഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റോഡ് ഉയർത്തുന്നതിനുമുള്ള നിർദ്ദേശങ്ങളും യോഗം അംഗീകരിച്ചു. നഗരസഭയുടെ ആധുനിക ബസ് സ്റ്റാൻഡിലെ ദൈനംദിന ശുചീകരണത്തിനായി പുതിയ ഏജൻസിയെ കണ്ടെത്തുന്നതിനുള്ള റീടെൻഡർ നടപടികൾ പൂർത്തിയായി. കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ രമീഷ രമേശിന്റെ ടെൻഡർ യോഗം അംഗീകരിച്ചു. പോർക്കളങ്ങാട് നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി വയോമിത്രം കെട്ടിടം കൂടി വിട്ടുനൽകാൻ മെഡിക്കൽ ഓഫീസർ നൽകിയ അപേക്ഷയും കൌൺസിൽ പരിഗണിച്ചു. സുഭിക്ഷ ഹോട്ടലിലെ ഭക്ഷണ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ വിറക് ലഭ്യമാക്കാനുള്ള നടപടികൾക്കും അമൃത് മിത്ര പദ്ധതിയിൽ ഉൾപ്പെട്ട കുളങ്ങളുടെയും പാർക്കുകളുടെയും പരിപാലനം പുതുക്കി നൽകുന്നതിനും തീരുമാനമായി. നഗരസഭാ പരിധിയിലെ നിർമ്മാണ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്യുന്നതിനായി പുതിയ ബൈലോ തയ്യാറാക്കുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. 33 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സാനിറ്റേഷൻ വർക്കർ വർഗീസ് സിയാറിന്റെ സസ്പെൻഷൻ കാലാവധി ക്രമവൽക്കരിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിലും തീരുമാനമെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, കൌൺസിലർമാരായ ശ്രീജിത്ത് തെക്കേപ്പുറം, ഗീതാ ശശി, ഷാജി ആലിക്കൽ, സോമൻ ചെറുകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ വനിതാ ജനപ്രതിനിധികളെയും CDS ചെയർപേഴ്സൺമാരെയും ആദരിച്ചു. CV ഹാളിൽ നടന്ന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ പഞ്ചായത്തുകളിലെ വനിതാ പ്രസിഡന്റുമാർ, നഗരസഭാ അധ്യക്ഷർ, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട CDS ചെയർപേഴ്സൺമാർ ഉൾപ്പെടെ 63 പേരെയാണ് ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചത്. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് പുഷ്പ ജോൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷീജ പ്രശാന്ത് മുഖ്യാതിഥിയായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ എന്നിവർക്ക് MLA പൊന്നാട അണിയിച്ചു. ചടങ്ങിൽ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സീതാ രവീന്ദ്രൻ, ഏരിയ സെക്രട്ടറി പത്മ വേണുഗോപാൽ, ആൻസി വില്യംസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കാണിയാമ്പാൽ CMS സ്കൂളിൽ 38 വർഷമായി
സ്കൂളിൽ പാചക ജോലി ചെയ്യുന്ന MK സരസ്വതിയെ നിയമവിരുദ്ധമായി പുറത്താക്കിയ മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUC പ്രക്ഷോഭത്തിലേക്കെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 21 രാവിലെ 11 മണിക്ക് CMS LP സ്കൂളിന് മുന്നിൽ സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. സ്കൂൾ കുട്ടികൾക്ക് പാചകം ചെയ്തുവെച്ച ചോറിൽ കൃത്രിമം നടത്തിയും കുന്നംകുളം പോലീസിന്റെ ഒത്താശയോടെയും പാചക തൊഴിലാളിയെ പുറത്താക്കാനുള്ള ഗൂഢശ്രമം നടത്തിയവരെ കണ്ടെത്തി ശിക്ഷിക്കുക, തൊഴിലാളിയെ പുറത്താക്കാൻ മാനേജ്മെന്റിനു വേണ്ടി പോലീസിനെ ദുരുപയോഗം ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തുന്നത്. അടുത്ത ജൂണിൽ തുറക്കുന്ന പുതിയ സ്കൂൾ കെട്ടിടത്തിൽ 38 വർഷമായി ജോലി ചെയ്യുന്ന പഴയ പാചക തൊഴിലാളിയും അവരുടെ മകളും വേണ്ട എന്നതാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട് എന്നും സമയത്ത് പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും നൽകാതെയും മകൾക്ക് ജോലിക്ക് വേണ്ടി മോഹിക്കേണ്ടെന്നും മറ്റും പറഞ്ഞ് സ്കൂൾ അധികൃതർ തൊഴിലാളിയെ പരമാവധി പീഡിപ്പിക്കുകയാണെന്നും യൂണിയൻ ഭാരവാഹികൾ ആരോപിച്ചു. പാചകം ചെയ്തുവെച്ച ഭക്ഷണത്തിൽ കൃത്രിമം നടത്തിയും നിയമവാഴ്ചയെ വെല്ലുവിളിച്ചും അനധികൃതമായി പോലീസിനെ ഉപയോഗിച്ച് പാചക തൊഴിലാളിയെ മാനേജ്മെന്റ് പുറത്താക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് നിരന്തരമായിട്ട് ഈ പാചക തൊഴിലാളിയോട് സ്വയം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരതിന് സന്നദ്ധമല്ലാത്തത് കൊണ്ട് അവരുടെ സഹായിയായിട്ട് ജോലി ചെയ്യുന്ന മകൾക്ക് ഞാൻ ഒരു കാലത്ത് ജോലിയിൽ അവരെ നിയോഗിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കുക. അവർ പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി, ധാന്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സമയത്ത് എത്തിച്ചു കൊടുക്കാതെ, ഭക്ഷണത്തിൽ വീഴ്ച വന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രം സമയത്ത് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാതിരിക്കുക, ഒപ്പിടാൻ പോലും പല സമയത്തും അനുവദിക്കാതിരിക്കുക, അങ്ങനെ മാനസികമായിട്ട് അവരെ പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇനിയാണ് 10-ാം തീയതി വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയിലെ അവരെ കുറ്റവാളിയാക്കി മാനേജ്മെന്റ് പുറത്താക്കുകയാണ്. സ്കൂളിൽ വേവിച്ചുവെച്ച ചോറിൽ കുതിർത്ത പച്ചരി കലർത്തി അതിന്റെ ഉത്തരവാദിത്തം തൊഴിലാളിയുടെ തലയിൽ കെട്ടിവെച്ചുമാണ് സ്കൂൾ അധികാരികൾ പാചക തൊഴിലാളിയെ പുറത്താക്കിയത്. 6ാമത്തെ ബക്കറ്റിൽ കയ്യിലിട്ട് ഇളക്കിക്കൊണ്ട് നൂൺമീലിന്റെ ചുമതലയുള്ള ഒരു സിവി ടീച്ചർ അവർ വന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ്, ഈ കയ്യിലിട്ട് ഇളക്കിയിട്ട് ഭക്ഷണത്തിൽ കയ്യിലിട്ട് ഇളക്കി കൊണ്ടുവരാണ് ചോറ്, ഇതെന്താണ് 2 തരം ചോറ് എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഇവരന്തം വിട്ടു. എന്താണെന്ന് നോക്കി ഇവര് നോക്കിയപ്പോ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, വെന്ത ചോറിന്റെ കൂടെ ആ സ്കൂളിൽ വിതരണം ചെയ്യാത്ത പച്ചരി കുതിർത്ത് ഈ ചോറിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ടാണ് ഇവര് കൊണ്ടുവരുന്നത്. ഇത് സംബന്ധിച്ച് സംസാരിക്കാനെത്തിയ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CU ശാന്തയെ സ്കൂൾ അധികൃതരുമായി സംസാരിക്കാൻ പോലും അനുവദിക്കാതെ പോലീസ് പുറത്താക്കുകയും ചെയ്തു. സർക്കാർ നയത്തിന് വിരുദ്ധമായി പോലീസിനെ ദുരുപയോഗം ചെയ്തവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും പാചകം ചെയ്തുവെച്ച ഭക്ഷണത്തിൽ കൃത്രിമം നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും ബന്ധപ്പെട്ട അധികാരികൾക്ക് യൂണിയൻ പരാതി നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാടെ ലംഘിച്ചും നിയമവാഴ്ചയെ വെല്ലുവിളിച്ചും പുറത്താക്കിയ MK സരസ്വതിയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാനുള്ള ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PG മോഹനൻ, ജില്ലാ സെക്രട്ടറി VK ലതിക, ജില്ലാ പ്രസിഡന്റ് CU ശാന്ത, AITUC കുന്നംകുളം മണ്ഡലം സെക്രട്ടറി TK രവീന്ദ്രൻ, AITUC കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് KV ശങ്കരനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാഗയിൽ ജൈവ കർഷകൻ നന്ദന്റെ തോട്ടത്തിൽ തണ്ണിമത്തൻ വിളവെടുപ്പ് നടത്തി. വാഗ കണ്ണഞ്ചേരി കുടുംബക്ഷേത്രത്തിന് പിറകുവശത്തായുള്ള കൃഷിയിടത്തിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം നേടിയിട്ടുള്ള നന്ദൻ പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് ജൈവ കൃഷിയിൽ പരീക്ഷണങ്ങൾ നടത്തിവരുന്നത്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം പ്രസാദ് വാഗ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം രാജീവ് മണികണ്ഠൻ, കൃഷി ഓഫീസർ CR രാജേഷ്, ജില്ലയിലെ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയ ബ്രഹ്മകുളം സ്വദേശിനി ഷീജ കല്ലായിൽ, പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തണ്ണിമത്തൻ കൂടാതെ വിവിധയിനം പച്ചക്കറികളും നന്ദൻ കൃഷി ചെയ്തു വരുന്നുണ്ട്. റമദാൻ നോമ്പനുഷ്ഠാന സമയമായതിനാൽ വിളവെടുത്ത് അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ തണ്ണിമത്തൻ വിറ്റഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് നന്ദൻ. ഗുരുവായൂർ വിന്നർ ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരിയിൽ ക്ലബ് ആസ്ഥാനത്ത് നടന്ന ഇഫ്താർ സംഗമത്തിൽ പ്രസിഡന്റ് CJ ഡേവിസ് അധ്യക്ഷനായി. സേതുലക്ഷ്മിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ഇഫ്താർ സുഹൃത്ത് സംഗമ ചടങ്ങിൽ മാർ ബസേലോസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, എടക്കഴിയൂർ മഹല്ല് ഖത്തീബ് കമറു മുസ്ലിയാർ എന്നിവർ സന്ദേശം നൽകി. ക്ലബ് സെക്രട്ടറി KK സേതുമാധവൻ,
ട്രഷറർ സാബു ജേക്കബ് എന്നിവർ സംസാരിച്ചു. ക്ലബിന്റെ മുൻ ഭാരവാഹികൾ, അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നോമ്പുതുറയ്ക്ക് ശേഷം നടന്ന നമസ്കാരത്തിന് കമറു മുസ്ലിയാർ നേതൃത്വം നൽകി. ഫാദർ സണ്ണി ചാക്കോ, കമറു മുസ്ലിയാർ എന്നിവർക്കുള്ള ക്ലബിന്റെ ഉപഹാരം പ്രസിഡന്റ് ഡേവിഡ് മാസ്റ്റർ കൈമാറി. ക്ലബ്ബ് ഭാരവാഹികളും ഭരണസമിതി അംഗങ്ങളും ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി കർശന നടപടികളുമായി ആരോഗ്യവകുപ്പ്. മേഖലയിൽ വിവിധയിടങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കിഴക്കേ ആളൂർ പുത്തൂർ റോഡിൽ മാങ്കുണ്ട് ഭാഗത്ത് മാലിന്യം വലിച്ചെറിഞ്ഞതായി കണ്ടെത്തിയത് വാർഡ് മെമ്പറും ഹരിതകർമ്മസേനാംഗങ്ങളും അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ മാലിന്യത്തിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ തള്ളിയവരെ അതിവിദഗ്ധമായി കണ്ടെത്തി. ഉപയോഗിച്ച സാനിറ്ററി പാഡുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കവർ ഉൾപ്പെടെയുള്ളവ, ബാർബർ സലൂണിലെ മുടിയും മറ്റു മാലിന്യവുമാണ് വലിച്ചെറിഞ്ഞതായി കണ്ടെത്തിയത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന അമ്പലത്ത് വീട്ടിൽ അജ്മൽ, അമല നഗറിലെ റിഫൈൻ സലൂൺ ഉടമ ശ്രീനിവാസൻ എന്നിവരുടെ പേരിൽ പിഴ ചുമത്തുന്നതിനുള്ള റിപ്പോർട്ട് പഞ്ചായത്തിന് നൽകി. മാലിന്യത്തിൽ നിന്നും ലഭിച്ച മലബാർ പാൽ കവറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാരെ ഉടൻ കണ്ടെത്തും. മറ്റം സെന്റർ കേന്ദ്രീകരിച്ചും പൊതുവഴിയിലും പൊതുതോട്ടിലും മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി കർശന താക്കീത് നൽകി മാലിന്യം പൂർണ്ണമായി എടുത്തുമാറ്റിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി 17ഓളം അതിനൂതന CCTV ക്യാമറ ഉടൻ സ്ഥാപിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അറിയിച്ചു. മാലിന്യം വലിച്ചെറിഞ്ഞാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പൊതുജനാരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ KP ചിന്ത, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് എന്നിവർ അറിയിച്ചു. പരിശോധനയ്ക്ക് പഞ്ചായത്ത് മെമ്പർ ലിയ ജോജു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, VL ബിജു, നഴ്സ് സിമി സൈമൺ, ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. രാജ്യത്ത് ഗ്യാസ് ക്ഷാമം വന്നതോടെ ഇൻഡക്ഷൻ അടുപ്പ് വിപണി സജീവമായി. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരാണ് കൂടുതലായും ഇൻഡക്ഷൻ അടുപ്പ് വാങ്ങിക്കുവാൻ എത്തുന്നത്. തങ്ങൾക്ക് മറ്റൊരു സാഹചര്യം ഇല്ലാത്തതിനാലാണ് ഇൻഡക്ഷൻ അടുപ്പിലേക്ക് മാറുന്നതെന്ന് വീട്ടമ്മ പറയുന്നു. പലർക്കും ഗ്യാസ് ഇപ്പോൾ കിട്ടാനില്ലാത്ത സ്ഥിതിയുണ്ട്. ഗ്യാസ് ബുക്കിംഗ് ദിവസം കൂട്ടിയിട്ടുമുണ്ട്. ഇൻഡക്ഷൻ അടുപ്പ് വൈദ്യുതി ബില്ല് വർദ്ധിക്കുമെന്ന ആശങ്കയും വീട്ടമ്മമാർക്കുണ്ട്. എന്നിരുന്നാലും മറ്റു മാർഗമില്ലാത്തതിനാൽ ഈ മാർഗം സ്വീകരിക്കുന്നതെന്ന് പറയുന്നു. ദിനംപ്രതി വലിയ കച്ചവടമാണ് ഇൻഡക്ഷൻ അടുപ്പിന് ഉള്ളതെന്ന് ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസ് ഉടമ ഫഹദ് പറയുന്നു. നിലവിൽ അടുപ്പുണ്ടെങ്കിലും സ്റ്റോക്ക് തീർന്നാൽ ഇതും കിട്ടാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത്. ഞങ്ങളൊക്കെ 100% ഗ്യാസ് ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നവർക്ക് ഇപ്പം ഗ്യാസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഡെയിലി ന്യൂസിൽ കേൾക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫ്ലാറ്റിൽ ഇരിക്കുന്നവർക്ക് വേറെ ഓൾട്ടർനേറ്റ് ഒരു സംവിധാനവും ഇല്ല, വിറകോ ഒന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ വന്നിട്ട് ഇൻഡക്ഷൻ കുക്കർ വാങ്ങുകയാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇൻഡക്ഷൻ കുക്കർ വാങ്ങാൻ സാധിച്ചു എന്ന് വരില്ല. അതിന് വേണ്ട പാത്രം വേണം. അതൊരു എക്സ്പെൻസീവ് പരിപാടി തന്നെയാണ്. അപ്പം ഞങ്ങൾ വാങ്ങണ പോലെ സാധാരണക്കാർ ബുദ്ധിമുട്ടും. ഇപ്പം നിലവിൽ എല്ലാ കമ്പനികളിലും സ്റ്റോക്ക് ഔട്ടാണ്. പ്രസ്റ്റേജ് ആയാലും പ്രീതി എല്ലാ ബ്രാൻഡും സ്റ്റോക്ക് ഔട്ടാണ്. ഇപ്പം നിലവിൽ എല്ലാ ഷോപ്പുകളിലും ഉള്ള സ്റ്റോക്കുകൾ വിറ്റ് തീരുന്നത് വരെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പ്രൊഡക്ഷൻ അല്ല ഇൻഡക്ഷൻ കുക്കർ. ശരിക്കും പറഞ്ഞാൽ എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് LDF ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്യാസ് സിലിണ്ടർ തലയിലേന്തി ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ സ്വാഗതവും LDF കൺവീനർ PK സൈതാലിക്കുട്ടി നന്ദിയും പറഞ്ഞു. ഗ്യാസ് എവിടെ മോദി എന്ന മുദ്രാവാക്യവുമായി വേലൂർ മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി സമരം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിജിനി ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഷൈനി ഫ്രാൻസിസ്, ഷീന സാബു, ബദുൽ സൈമൺ, അരുജ സദാനന്ദൻ, മനോജ് കണ്ടരാശ്ശേരി, ജോജു പനക്കൽ, ഫ്രാൻസിസ് അറങ്ങാശ്ശേരി എന്നിവർ സംസാരിച്ചു.
പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പുതുതായി സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടത്തി. വൈകുന്നേരങ്ങളിൽ ഗ്രൗണ്ടിൽ കളിക്കാൻ എത്തുന്നവരുടെയും പ്രഭാത സവാരിക്കാരുടെയും കാലങ്ങളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമായത്. MLAയുടെ SDF ഫണ്ടിൽ നിന്നും 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗ്രൗണ്ട് പ്രകാശപൂർണ്ണമാക്കിയത്. AC മൊയ്തീൻ MLA ലൈറ്റിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. മണ്ഡലത്തിലെ പ്രധാന കളിസ്ഥലമായ ഗ്രൗണ്ടിന്റെ നവീകരണത്തിന് 1 കോടി രൂപ കൂടി അനുവദിച്ചതായി MLA പറഞ്ഞു. ഏതെല്ലാം രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടതെന്ന് ഗ്രൗണ്ട് കമ്മിറ്റിയും സ്കൂൾ അധികൃതരുമായി യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നും MLA പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സന്ധ്യ സജിത്ത്, പഞ്ചായത്ത് സെക്രട്ടറി P. ശ്രീജിത്ത്, വിവിധ വാർഡ് മെമ്പർമാർ, കായിക പ്രേമികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സമഗ്ര പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി മന്തുരോഗ നിയന്ത്രണത്തിനായി രക്തസാമ്പിൾ പരിശോധന വലത്തൂർ സെന്റ് സിറിയക് പള്ളിയിൽ സംഘടിപ്പിച്ചു. രാത്രി 10 മുതൽ 12:30 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രവും വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബുവിന്റെ അധ്യക്ഷതയിൽ റവറൻ ഫാദർ വർഗീസ് പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അശോകൻ PG, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K. സുജിത്ത്, SN ഹമീമ, ഹർഷ രാജ്, ആശാവർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആടുവസന്ത നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ 2ാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ്പിന് പോർക്കുളം പഞ്ചായത്തിൽ തുടക്കമായി. ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം വെറ്റിനറി ഡിസ്പെൻസറിയിൽ പ്രസിഡന്റ് K. A. ജ്യോതിഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ ജയരാമൻ, വെറ്റിനറി ഡോക്ടർ അഖില, 7ാം വാർഡ് മെമ്പർ പ്രവീൺ കുമാർ എന്നിവർ സംസാരിച്ചു. ആട് കർഷകരുടെ വീടുകളിലെത്തിയാണ് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് ഫോറം ഏർപ്പെടുത്തിയ പ്രഥമ ബെസ്റ്റ് സോഷ്യൽ സയൻസ് ക്ലബിനുള്ള അവാർഡ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി. അക്കാദമിക പ്രവർത്തനങ്ങളിൽ സ്കൂൾ ക്ലബ്ബുകളെ സജീവമാക്കുന്നതിനും സാമൂഹ്യശാസ്ത്ര ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടാണ് അവാർഡ് നൽകുന്നത്. ഒരു അക്കാദമിക വർഷം സ്കൂൾ തലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ എണ്ണം, പ്രവർത്തനങ്ങൾക്ക് സാമൂഹ്യശാസ്ത്രവുമായുള്ള ബന്ധം, പ്രവർത്തനങ്ങളിലെ വൈവിധ്യം, പുതുമ, വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം, സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് ഫോറം നടത്തുന്ന ക്ലബ്ബ് പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം എന്നിവയാണ് മൂല്യനിർണ്ണയത്തിന് പരിഗണിച്ചത്. സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് ഫോറം നടത്തിയ മറ്റൊരു പ്രവർത്തനമായിരുന്നു ചരിത്രശേഷിപ്പുകൾ തേടി. ഇതിലും 1ാം സ്ഥാനം കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിനാണ്. ട്രോഫി, പ്രശസ്തി പത്രം, ക്യാഷ് അവാർഡ് എന്നിവ ചേർന്നതാണ് പുരസ്കാരം. തൃശൂരിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണനിൽ നിന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, മുസ്ലിസ് ഹെറിറ്റേജ് പ്രോജക്ട് മാനേജിംഗ് ഡയറക്ടർ V. ഷാരോൺ, സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് ഫോറം ഭാരവാഹികളായ KP സജയൻ, പ്രവീൺ M. കുമാർ, B. പ്രിയ എന്നിവർ സന്നിഹിതരായിരുന്നു. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും മണ്ണുത്തി കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസും കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. വേലൂർ പഞ്ചായത്തിലെ EMS സ്മാരക ഹാളിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കർഷകർക്കായാണ് ക്ലാസ് നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ VM ഹാരിസ് മുഖ്യാതിഥിയായി. മണ്ണുത്തി വെറ്റിനറി കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദീപ ജോളി പദ്ധതി വിശദീകരിച്ചു. ഡോക്ടർ ദിവ്യ റാണി തോമസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർ സ്വാതി കൃഷ്ണ, SC പ്രൊമോട്ടർ അമൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ശുചീകരണ കിറ്റ്, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ, മൃഗങ്ങൾക്കുള്ള മിശ്രിതം, ഹെൽത്ത് ടോണിക് എന്നിവയുടെ വിതരണവും രോഗത്തിനുള്ള സൗജന്യ രക്തപരിശോധനയും കുടിവെള്ള പരിശോധനയും നടത്തി. പുന്നയൂർ കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഹാച്ചറിയിൽ സംരക്ഷിച്ചിരുന്ന വിരിഞ്ഞ കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഇറക്കിവിട്ടു. വിരിഞ്ഞിറങ്ങിയ 100ഓളം കടലാമ കുഞ്ഞുങ്ങളെയാണ് തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മാർട്ടിൻ ലോവലിന്റെ നേതൃത്വത്തിൽ കടലിലേക്ക് ഇറക്കിവിട്ടത്. എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VJ ഗീവർ, കടലാമ സംരക്ഷണ സമിതി പ്രസിഡന്റ് ഹംസു പാലക്കൽ, സെക്രട്ടറിയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായ റൈജോ ജോയ്, എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ജീവനക്കാർ, കടലാമ സംരക്ഷണ വാച്ചർ കമറു, വിൻഷെയർ ക്ലബ് അംഗങ്ങൾ, കടലാമ സംരക്ഷണ സമിതി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊറക്കളങ്ങാട് ശ്രീ വട്ടിരിങ്ങൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം മാർച്ച് 15 ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20 പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉത്സവാഘോഷത്തിൽ കേരളത്തിലെ തലയെടുപ്പുള്ള 20 ഗജവീരന്മാർ അണിനിരക്കും.
ഉത്സവദിനമായ ഞായറാഴ്ച പുലർച്ചെ 5:30 ഗണപതി ഹോമവും തുടർന്ന് വിശേഷാൽ പൂജകളും നടക്കും. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ഉടയൂർ ഇടമന പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. രാവിലെ 9:30 മുതൽ നടക്കൽപ്പറ ആരംഭിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ദേവസ്വം പൂരത്തിന്റെ എഴുന്നള്ളിപ്പിന് തുടക്കമാകും. കൊമ്പൻ ചിറക്കൽ പരമേശ്വരൻ തിടമ്പേറ്റും. പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരമെഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് ദേശങ്ങൾ ചുറ്റി വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. ഗുരുവായൂർ അനിരുദ്ധിന്റെ പ്രമാണിത്വത്തിലുള്ള മേളത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചിറക്കൽ കാളിദാസൻ തുടങ്ങിയ ഗജവീരന്മാർ പ്രാദേശിക കമ്മിറ്റികൾക്കായി അണിനിരന്ന് ആനപ്രേമികൾക്ക് ആവേശം പകരും. വൈകിട്ട് 6:10 ദീപാരാധനയും 8:05 മുതൽ 8:15 വരെ പാണ്ടിമേളവും നടക്കും. രാത്രി 12 മണിക്ക് ശേഷം പള്ളിത്താലം വരവും പുലർച്ചെ 4 മണി മുതൽ 6:30 വരെ പൂരം എഴുന്നള്ളിപ്പും അരങ്ങേറും. രാവിലെ വടക്കുംവാതിൽ ഗുരുതിക്ക് ശേഷം നട അടയ്ക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും. ഉത്സവത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് 7:30 പ്രാദേശിക കുട്ടിക്കലാകാരന്മാരുടെ കലാപരിപാടികളും ശനിയാഴ്ച വൈകിട്ട് 7:30 നാടക അവതരണവും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ അനിൽ കണ്ടേങ്കത്ത്, ഷാജി മുതിരമ്പറമ്പത്ത്, ശ്രീജിത്ത് കണ്ടേങ്കത്ത്, രതീഷ് കാണിയത്ത്, നിതിൻ കാർത്തികേയൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൂരാഘോഷം CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. ഗണേഷ് കുമാറിനെതിരെ സഹധർമ്മിണി തെളിവ് സഹിതം പരാതി ഉന്നയിച്ചിട്ടും ഒരക്ഷരം ഉരിയാടാതെ ഇരിക്കുന്ന മുഖ്യമന്ത്രി ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത് എന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ആരോപിച്ചു. തൃത്താല നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലൂരിൽ നടന്ന ലീഡേഴ്സ് മീറ്റും ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ MLA കൂടിയായ VT ബൽറാം. UDF ചെയർമാൻ TK സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PE സലാം, UDF നിയോജക മണ്ഡലം കൺവീനർ SMK തങ്ങൾ, DCC വൈസ് പ്രസിഡന്റ് CH ഷൌക്കത്ത് അലി, DCC ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് ഹിന്ദു ഏകതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി. ശ്രീനാരായണ വൈദിക സംഘം മേഖലാ സെക്രട്ടറി അജേഷ് ശാന്തി കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. കളമെഴുത്തു കലാകാരൻ കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളനത്തിൽ ഹിന്ദു ഏകതാ അംഗങ്ങളായ KS അജീഷ്, PP അനൂപ്, PN മുരളീധരൻ, VA മോഹനൻ, അനിൽ ശാന്തി എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ഭജന അവതരിപ്പിച്ച സംഘത്തിന് തില്ലങ്കേരി ഉപഹാരം നൽകി ആദരിച്ചു. എല്ലാ കാലത്തും നിലനിൽക്കുന്ന കാലാധിപത്യമായി ദേശാധിപത്യമായി നിലനിൽക്കുന്നതാണ് സനാതനം. സനാതന ധർമ്മം എന്നാണ് പറയുന്നത്. ധർമ്മം എന്നത് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം വിദേശത്ത് പോയി അവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു വാചകം, ഞങ്ങളുടെ സംസ്കൃതം ഭാഷയിൽ ധർമ്മം എന്ന ഒരു പദമുണ്ട്. ആ പദത്തിനോട് ചേർന്ന് നിൽക്കുന്ന അതിന്റെ അർത്ഥമുള്ള ഒരു വാക്ക്, സമാനമായ ഒരു വാക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയിലില്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ധർമ്മത്തിന് സമാനമായ ഒരു ഉപയോഗിക്കുന്നത് റിലീജിയൻ എന്ന് പറഞ്ഞാൽ മതം എന്നാണ്. മതവും ധർമ്മവും കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസം. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ അമ്പാട്ട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷയായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ VK സുരേന്ദ്രൻ, ആഷിഖ് വലിയകത്ത്, എളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, പഞ്ചായത്ത് അംഗം ആനി ജോസ് എന്നിവർ സംസാരിച്ചു. മുരളി പെരുന്നെല്ലി MLAയുടെ 2025-26 വർഷത്തെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് അമ്പാട്ട് റോഡ് നിർമ്മിക്കുന്നത്. മേജർ PJ സ്റ്റൈജുവിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി സെന്റ് പയസ് UP സ്കൂളിൽ ബോധവൽക്കരണം നടത്തി. വിദ്യാർത്ഥികൾക്ക് ലഹരിക്കെതിരെ പോരാടാൻ ഫൈറ്റർ വിഭാഗത്തിലുള്ള മീൻകുഞ്ഞും അക്വേറിയവും നൽകിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. എഴുത്തും വായനയും ശീലമാക്കണമെന്ന് സന്ദേശം ഉൾക്കൊണ്ട് പുസ്തകവും പേനയും ഉയർത്തിപ്പിടിച്ച വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ റോസ് പോൾ ഉദ്ഘാടനം ചെയ്ത സെമിനാറിൽ സ്റ്റാഫ് സെക്രട്ടറി ഏഞ്ചൽ റോസ് മുഖ്യപ്രഭാഷണം നടത്തി. ലോക പഞ്ചഗുസ്തി താരവും സ്കൂൾ അധ്യാപികയുമായ പ്രിൻസി ടീച്ചർക്ക് അക്വേറിയം നൽകിക്കൊണ്ടാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വരും ദിവസങ്ങളിലും തൃശൂർ ജില്ലയിലെ വിവിധ UP വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്ന് മേജർ PJ സ്റ്റൈജു അറിയിച്ചു. വിദ്യാർത്ഥികളായ രുദ്ര, നോയൽ, സുസ്മിത, നിത്യശ്രീ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുൻ വർഷങ്ങളിൽ ജില്ലയിലെ 104 UP സ്കൂളുകളിൽ ലഹരിക്കെതിരെ പുസ്തക ചങ്ങാത്ത പദ്ധതി വഴി 5000-ഓളം പുസ്തകങ്ങൾ സൗജന്യമായി നൽകിയിട്ടുണ്ട്.
ഒരുമനൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലർക്ക് തസ്തികയിൽ ജോലി ചെയ്യുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. ഈ മാസം 18-ന് വൈകുന്നേരം 4 മണി വരെ അപേക്ഷകൾ സ്വീകരിക്കും. 19-ാം തീയതി രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. എന്തെങ്കിലും കാരണത്താൽ ഇന്റർവ്യൂ ദിവസം അവധി ദിവസമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം രാവിലെ 10 മണിക്ക് തന്നെ ഇന്റർവ്യൂ നടത്തും. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത 10ാം തരം പാസ്സായിരിക്കണം. മലയാളം, ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനവും നിർബന്ധമാണ്. സമീപവാസികൾക്കും ഗ്രാമപഞ്ചായത്തുകളിൽ ക്ലർക്ക് തസ്തികയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും നിലവിൽ PSCയുടെ ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും മുൻഗണനയുണ്ട്. 50 വയസ്സാണ് പ്രായപരിധി. കൂടുതൽ വിവരങ്ങൾക്ക് 0487507206, 94 96 04 60 15, 98 95 38 81 08. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 30-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ചൂൽപ്പുറം മദ്രസയുടെ സമീപത്തുകൂടി പോകുന്ന 11 kV ലൈൻ മാറ്റി സ്ഥാപിക്കണമെന്നും സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അപകടാവസ്ഥയിലുള്ള പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് SDPI രംഗത്ത്. ഇത് സംബന്ധിച്ച് നേതാക്കളായ ദിലീപ് അത്താണി, നൌഷാദ് കോട്ടപ്പടി എന്നിവരുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ KSEB എഞ്ചിനീയർക്ക് നിവേദനം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,780 രൂപ, പവന് 1,18,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കിടപ്പുരോഗിയായ കാർത്തികേയനെ വീടിനകത്ത് കയറി കടിച്ചു കൊല്ലുകയും ഇവരുടെ മാനസിക അസ്വാസ്ഥ്യമുള്ള മകൻ ദേവദാസിനെ ഗുരുതരമായി കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്ത തെരുവുനായെ പിടികൂടി. കാർത്തികേയനുടെ സംസ്കാരം അല്പസമയത്തിനകം. വെള്ളർക്കാട് തെരുവുനായ ആക്രമിച്ച് കിടപ്പുരോഗി കൊല്ലപ്പെട്ട സംഭവം. കാർത്തികേയനുടെ സംസ്കാരത്തിനും പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും ആവശ്യമായ സഹായം സർക്കാരും പഞ്ചായത്തും നൽകുമെന്നും തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും AC മൊയ്തീൻ MLA. വീടിനുള്ളിൽ MDMA വെച്ച് കള്ളക്കേസുണ്ടാക്കാൻ ശ്രമിച്ചയാളും സഹായിയും അറസ്റ്റിൽ. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കാൻ മുല്ലശ്ശേരി സ്വദേശിനിയുടെ വീട്ടിൽ 1.1 ഗ്രാം MDMA കേസിലെ പ്രതികളായ ചാവക്കാട് തൈക്കാട് സ്വദേശിയായ കുളങ്ങര വീട്ടിൽ ഹമീദ്, വിയൂർ കോലഴി സ്വദേശിയായ അറക്കൽ വീട്ടിൽ രഞ്ജിത്ത് എന്നിവരെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.